ശിവരാജ് പറയാണേ, ഫസ്റ്റ് വീഡിയോയിൽ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് പോസിറ്റീവ് കമന്റ് ഇടിച്ച ശരത് ദ റിയൽ ഗെയിമർ എന്ന്. അയ്യോ പാപ്പ പറഞ്ഞിരിക്കാൻ സമയമില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 12 റിയാക്ട് ചെയ്യണ്ടേ. രാവിലെ 6:30. അങ്ങനെ നമ്മുടെ ബോസ് ആയിട്ട് നിന്ന് കൃത്യമായിട്ട് അലാം അടിച്ചപ്പോ തന്നെ എനിക്ക്, അല്ലെങ്കിൽ 8 മണിക്ക് എനിക്ക് വരാറ്. യമന ചേച്ചി മനുഷ്യ കുളിക്കാൻ പോകുമ്പോഴാണ് ബോസ് ആയിട്ട് ആ പാട്ടിടണേ. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. വെറുതെ കണ്ട എണ്ണയൊക്കെ വാങ്ങിച്ച സമയം കളഞ്ഞ് ഈ അമൃതവേണിയുടെ ഒരു തലോണ വാങ്ങിച്ചെങ്കിൽ മുടി വളർന്നേനെ. ശ്രീതു നേരത്തെ വെളുത്ത സിജോ ശരണ്യ, വാ നമുക്ക് തിരുവാതിര കളിക്കാം. നമ്മുടെ ജിൻഡോ ചേട്ടനെ സെൽഫ് ലവിന്റെ ആളാ. ജിൻഡോ ചേട്ടനോട് വൈബ് ചെയ്യാൻ ഒരു തെണ്ടിയുടെ സഹായം വേണ്ട, ആളൊറ്റയ്ക്ക് മതി. അയ്യോ, സൂര്യ നമസ്കാരം ചെയ്തില്ല. അമ്മേ, സൂര്യ നമസ്കാരമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രദ്ധ പോയത് ബാത്റൂം ഏരിയയിലേക്കാണ്. നമുക്ക് നോക്കിട്ട് വരാം. പാവം, നല്ല ഉറക്കക്ഷീണമുണ്ട്. 3-4 മണി വരെ എത്തിയിരുന്നതല്ലേ. എന്നിട്ട് 6:30 പിടിച്ച് എണീപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉറക്കം വരും. ഇറങ്ങിക്കോട്ടാ. Two days floor cleaning. ജാസ്മിൻ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന നമ്മുടെ റോക്കി. ജാസ്മിൻ ഉറങ്ങി, പട്ടി കുരച്ചു, ശിക്ഷ കൊടുക്കും. പവർ ടീം അല്ലേ തീരുമാനിക്കേണ്ടത്? അപ്സര, നീ ഇതെന്നാടാ എന്നോട് പറയണ? ഞാനല്ല പവർ ടീം, ഞാനോടത്തെ ക്യാപ്റ്റൻ മാത്രം. കാര്യം ഞാൻ അനുസരിക്കൂല കേട്ടോ. ലാസ്റ്റ് നിങ്ങൾ കിടന്ന് പാടുപെടും. അതൊക്കെ അത്രയുള്ളൂ റോക്കി ചേട്ടാ. സീരിയസ് ആയിട്ടാണ് പറഞ്ഞാൽ ഭയങ്കര അലമ്പുണ്ടാക്കും. നമ്മൾ അലമ്പുണ്ടാക്കണം, എന്നാലേ കാണാനൊരു രസമുള്ളൂ. ബാക്കി എല്ലാവരും ഞാൻ അപ്പൊ തന്നെ വന്ന് നോക്കിയതുകൊണ്ടാ. ജാസ്മിൻ, ഞാൻ ഉറങ്ങിയില്ല, ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ കിടന്നുള്ളൂ. ഒരു കുറെ വരച്ചില്ലേ, അപ്പഴും ഞാൻ കണ്ണുറങ്ങി ഇങ്ങനെ ചുറ്റും നോക്കുകയും ചെയ്ത്. ആ, അതിനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉറങ്ങാന്ന് പറയാ. നീ ഉറങ്ങിയിട്ടില്ലല്ലോ ഗബ്രി, നീ ഉറങ്ങിയില്ലല്ലോ? ഇല്ല. ചിലപ്പോ അല്ലാമായിട്ട് എല്ലാവരും എഴുന്നേക്കാൻ വേണ്ടി ചെയ്തായിരിക്കോ? അതേടാ, ബിഗ് ബോസിന് അതാണ് പണി. ജാസ്മിനാണ് ഉറങ്ങിയത്. ഗബ്രി അടുക്കളയിലേക്ക് വന്നപ്പോ നമ്മുടെ റോക്കി ജാസ്മിൻ ഉറങ്ങി, ശിക്ഷ കൊടുത്ത്. ഗബ്രി, ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നമ്മള് കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. നടപടി എടുത്തിരിക്കുക. അങ്ങനെ അതിൽ പ്രതിഷേധിച്ച് നമ്മുടെ റോക്കി നമ്മുടെ കിച്ചൺ ടീമിന്റെ കബോർഡിന്റെ താക്കോൽ എടുത്തുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നിനക്ക് മറ്റേ ഹണിമൂൺ കളിക്കാൻ വേണ്ടിട്ടേ മറ്റേ റിസോർട്ടൊന്നും അല്ല ഇത്. റോക്കി സ്ട്രൈറ്റ് ആണ്, നേരെ വാ, വളഞ്ഞു പോകും. പിന്നെ ഇറങ്ങി പോടാ റൂമിൽ നിന്ന്. കള്ളം പറയല്ലേ കേട്ടാ, എല്ലാം കള്ളം പറയല്ലേ. പഴമേനോടാ ആർക്കൊക്കെ പഴം വേണം? ഇതുകൂടി വെക്കാം. അർജുൻ, പഴങ്കി പഴം കിട്ടിയില്ല. നോ പവർ. റോക്കി പവർ റൂമിൽ കയറുന്നു, വാതിൽ തുറന്നിടുന്നു. മാസ് എന്ന് പറഞ്ഞ പോരാ, മുടിഞ്ഞ മാസ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ റോക്കി പിന്നെ 3 കാണിച്ചു. അവര് വെറും ഡ്രാമ കാണിക്കുകയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ. നമ്മുടെ ശരണി ചേച്ചിക്ക് എന്താ പറയാനുണ്ട്? പറ ചേച്ചി. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ശരണി ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. നമ്മുടെ യമുന ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്. എന്താണെന്നോ, ഈ കാണുന്നതല്ല ലൈഫ്. ഈ കാണുന്നതല്ല ഗബ്രി, ഈ കാണുന്നതല്ല ജാസ്മിൻ. ഇപ്പൊ അത് മനസ്സിലാവൂല. എപ്പോഴെങ്കിലും മനസ്സിലായില്ല. ശരണ്യ വന്ന് ഞങ്ങളോട് പറഞ്ഞ ഡയലോഗ്, ശരണ്യ, ഇത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇത്രയും സൂപ്പർ ഫ്രണ്ട്ഷിപ്പ് വേറെ ഇല്ല. എടാ ആക്കി പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടാ. ഒച്ചയിൽ സംസാരിച്ച ജാസ്മിനോടും ശരണ്യനോടും പതുക്കെ സംസാരിക്കുക, സൗണ്ട് പോകും. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്, അതാണ് സുരേഷ് ചേട്ടന്റെ ലൈഫ്. അങ്ങനെ എല്ലാവരുടെയും കുറ്റവും കുറവൊക്കെ കേട്ട ശേഷം ജാസ്മിനും ഗബ്രിയും ഒരു മൂലക്ക് പോയിരുന്നു. ജാസ്മിനും ഗബ്രിയും മനസ്സിൽ പോയി തുടങ്ങിയപ്പോഴാണ് എടാ ഇത്തവണ നമ്മളെ തന്നെ എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. ഈ സീസൺ നമ്മൾ ഭരിക്കും. ജിൻഡോ ചേട്ടൻ ഇവരിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ എന്തെങ്കിലും പറയണമല്ലോ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അവരെല്ലാവരും നിങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഞാൻ അവരോട് കൂടാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നിങ്ങളെ കുറിച്ച് ഞാൻ നല്ലത് പറയാറുണ്ട്. പക്ഷെ അവർ സമ്മതിക്കില്ല. ഞാൻ ഒറ്റയാവാണ് അവിടെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അവരുടെ കൂടെ ഇങ്ങനെ കൂടി നിൽക്കും. അറിയാം ചേട്ടാ. ഈ ജിൻഡോ ചേട്ടൻ എന്ത് പാവല്ലേ ചേട്ടാ. അല്ല പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിഷ്കളങ്കതയുടെ പര്യായം ജിൻഡോ ചേട്ടൻ. ഓണർ ചെയ്യിപ്പിച്ചു. ഗബ്രി, ആര് നിങ്ങൾക്ക് ഓർമ്മ ചെയ്യിപ്പിച്ചത്? ഓണർ ചെയ്യിപ്പിച്ചു. ആര്? അത് ഞാൻ പറയില്ല. അത് ശരി, ഞാൻ പറയും. എന്നാ നീ പറ ജാസു. സിജോയും റോക്കി. ഓ, റോക്കി സിജോ. നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയണ്ടാ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു ആര്? രണ്ടുപേരും.
എന്താണ് ഇയാളെ കൊണ്ട് തോറ്റു. ചെയ്ത റോക്കിക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് പവർ റൂമിൽ കയറിയ റോക്കിക്ക് ശിക്ഷാവിധി കൊടുക്കുന്നതാണ്. 3 ദിവസത്തേക്ക് ബാത്റൂം ക്ലീനിങ് ഫുള്ള് റോക്കി ചെയ്യണം. റോക്കി അതെന്താ 3 ദിവസം? ജാസ്മിന് 2 ദിവസം കൊടുത്തേ, അപ്പൊ എനിക്ക് 2 ദിവസം മതി. അങ്ങനെ റോക്കിക്ക് 3 ദിവസം ബാത്റൂം ക്ലീനിങ് കൊടുത്തു. റോക്കി ഒറ്റയ്ക്ക് ചെയ്യണം. നീ ബാത്റൂമിൽ പോയിട്ടേ ആ ബാത്റൂം നീ തന്നെ ക്ലീൻ ചെയ്യണം. റോക്കി ജിൻഡോ ചേട്ടനോട്, നിന്റെ ബാത്റൂം നീ ക്ലീൻ ചെയ്യില്ലേ? ജിൻഡോ, ഞാൻ എന്റെ ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്യും. അതുപോലെ നിങ്ങളൊരു നല്ല മത്സരാർത്ഥിയാണ്, സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് റോക്കി ഇന്നലെ മറ്റേ കൈ വെച്ചിട്ട് ഇടിച്ചു തകർത്തതിന് റോക്കിനെ ചീത്ത പറയുന്നതാണ് കാണുന്നത്. നമുക്ക് കേട്ടു നോക്കാം. ഇവിടെ പവർ ടീം ഉണ്ടാകാം, ഓഹോ, ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടാകാം. ഇതിനെല്ലാം മേലെയാണ്, പവർഫുൾ ആണ് ബിഗ് ബോസ്. പവർഫുൾ ഭയങ്കര പവർഫുൾ ആണ്. അത് കഴിഞ്ഞൊരു ടാസ്ക് ആയിരുന്നു കേരളത്തിന്റെ പസിൽ സെറ്റ് ചെയ്യണം, നിർമ്മിക്കണം. ആദ്യം നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ടീമായിരുന്നു. ജിൻഡോ ചേട്ടന്റെ ടീം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ സിജോന്റെ ടീമായിരുന്നു കേട്ടോ. സിജോന്റെ ടീം നമുക്ക് ഫുള്ള് ജില്ല ഒന്ന് പറഞ്ഞു നോക്കാം മത്സരം തുടങ്ങുന്നതിന് മുമ്പ്. ശരണി ചേച്ചി ആലുവ ജില്ലയാക്കിയാ? അതെപ്പ? അത് കഴിഞ്ഞ് കയറിയത് നമ്മുടെ റോക്കിയുടെ ടീമാണ്. അൻസിബ അളിയതിങ്ങനൊന്നല്ലടാ. ടീം ടണൽ. അങ്ങനെ അവസാനം ഈ മത്സരത്തിൽ ജിൻഡോ ചേട്ടന്റെ ടീം ജയിച്ചു. സിജോ അല്ലേ? സിജോ ഒരു ഫ്ലാഷ് ബാക്ക്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. പോയി കഴിഞ്ഞാൽ 2 കേരളമെങ്കിലും പുച്ഛിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച മുതൽ ജിൻഡോ ചേട്ടൻ രോമാഞ്ചം. ജിൻഡോ ചേട്ടന്റെ ടീം ജയിച്ചതിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. ദേ ഈ ചേച്ചിയത് ഞങ്ങളുടെ കൂടെ ആരെന്ന് നോക്ക്. സംഭവം ഒന്നല്ല, ജാസ്മിൻ മാൻഡ്രേക്ക് പോയി ഐശ്വര്യം വന്നു. അതന്നെ അപ്സര. ജിൻഡോ ചേട്ടന്റെ ടീം പവർ ഹൗസിൽ കേറിയിട്ട് ഞങ്ങൾ പൊളിക്കും. അടിപൊളിയാക്കും. അർജുൻ അതിന് നിന്നെ അപ്പോഴേക്കും അവിടെ നിന്ന് മാറ്റും. ക്യാപ്റ്റൻസി മാറുമ്പോഴത്തേക്കും അപ്സരെ പിടിച്ച് അവർ വീഴും. അപ്സര കരിനാക്ക് വെച്ചൊന്നും പറയേണ്ട കാലമാടാ. വൈകിട്ട് 4:20. അത് കഴിഞ്ഞ് 4:20 നമ്മുടെ ബിഗ് ബോസ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച്. എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട്? കൊള്ളാം. കൊള്ളോ? അതിന് നീ എന്തിനാണ് കൊഞ്ചണ? കൊള്ളാം. ഗെയിം സ്പിരിറ്റ് കുറെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. ഗെയിം സ്പിരിറ്റ് വെച്ച് കുറെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഗബ്രി ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. ഗബ്രി ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരേണ്ട ഒരു ഇതൊക്കെ. ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത്. ഓ, ഒറ്റയ്ക്കാണോ കളിക്കുന്നത്? ഒരാളത്തൊരു ഇത് കാണുമല്ലോ, അങ്ങനത്തെ ഒരാളുടെ അടുത്തിരി ഇത് കാണില്ല. അങ്ങനെ ഒരു ഇത് തകർക്കുക. അച്ഛന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കാത്തിരിക്കുക. ജാസ്മിന്റെ പാപ്പ വിളിച്ചത് നമ്മളെ കാണിച്ചില്ല, പക്ഷെ ബിഗ് ബോസിൽ നിന്നും ലീക്കായ ക്ലിപ്പ് എനിക്ക് കിട്ടി. തന്തയ്ക്ക് നൽകിയ പേര് പറയിക്കാൻ ഉണ്ടായവൻ നീ എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? നാണം കെട്ടവൻ. മേലെ പഠിക്കകത്ത് കയറി പോരുത്. നീ വായിക്കോട്ടെ. മേലെ ശബ്ദം കേട്ട് പോരുത്. മനസ്സിലായില്ലോ? പറഞ്ഞ മനസ്സിലാ. നിനക്കിങ്ങനെ അച്ഛനും അമ്മ ഇല്ലെന്ന് വിചാരിച്ചാൽ മതി. ഫോൺ തന്നെ വെക്കണം. എന്നെ പറ്റി ബ്ലോക്കിന്റെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ. അത് കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത്. ബാക്കി കുടുംബാംഗങ്ങൾ ഓടി വരുന്നുണ്ടെങ്കിലും അവരോടൊക്കെ ജാസ്മിൻ പോവാൻ പറഞ്ഞു. ഞാൻ പോണോ? നീ പോവല്ലേ, നീ ഇരിക്ക്, എനിക്ക് കുറച്ച് പറയാണ്ട്. ഇപ്പൊ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്തോ കൂടിയിട്ടാ. ഓസ്കാർ ലെവൽ ആക്ടിംഗ്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും നടന്നത് അവർക്ക് വിഷമമായിട്ടാണെന്നാണോ നീ ആലോചിക്കണേ? അങ്ങനെ ആയിരിക്കുന്നു തോന്നണ്ട. അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കുന്നു. ഗബ്രി പണിപ്പാളി. അത് നമുക്ക് കുറയ്ക്കണം. ഗബ്രി നീ എന്റെ ഇമോഷണൽ സപ്പോർട്ടാണ്, അത് കുറയ്ക്കണം. എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടിടും. പോണോ? ബിഗ് ബോസിനോട് പറഞ്ഞാൽ അപ്പൊ എന്നറിയിടും. റോക്കി 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 റോക്കിയാ എവിടെ? ഇനി റോക്കിയുടെ പ്രായമായിരിക്കാം. ഇനി അപ്പുറത്തെ മുറിയിലേക്ക് ഇരിക്കും. റസ്മിനോട് വരാൻ പറയാം. ആ റോക്കി എന്ന് പറഞ്ഞപ്പോഴാ ഒരു ഫ്ലാഷ് ബാക്ക്. A few moments later. റോക്കി റോക്കി റോക്കി.
എനിക്കറിയാം നീ എന്റെ അടുത്ത് എങ്ങനെയാന്ന്. എനിക്കറിയാം നീ എങ്ങനെയാണ്. അയ്യോ എനിക്കിത് എങ്ങനെ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല. അയ്യോ എനിക്കിത് നിന്നോട് എങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പച്ചത്തെറിയാണേ പറഞ്ഞത്. എനിക്കൊന്നും അറിയാൻ പാടില്ല. പുറത്തിറങ്ങണമെന്ന് ഞാൻ അറിഞ്ഞോളാ. എനിക്കത് നിന്നോട് പറയാൻ പറ്റുള്ള കാരണം നിനക്ക് കേൾക്കില്ലേ. അതുകൊണ്ട് ഞാൻ അറിയാതെ പ്രേ ചെയ്യും. പുറത്തൊക്കെ പോകാൻ പറയോ പ്ലീസ്. അത് കഴിഞ്ഞ് 3 ടീമിനെ ബിഗ് ബോസ് വിളിച്ചിട്ട് പവർ ടീം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. റോസ്റ്റ് ചെയ്യാൻ ഒരവസരം നൽകുകയാണ്. റോസ്റ്റാ? ആക്ഷേപഹാസ്യ രൂപേണ കലാപ്രകടനം കാഴ്ചവെക്കാം. റോസ്റ്റ് ചെയ്യണേനെ റോസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ. വേഗം ചെയ്യേ. നിങ്ങളാണ് വിധികർത്താക്കളും. ജാസ്മിനും ഗബ്രിയും എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണ്. ഈ കലാവിരുന്നിൽ ജാസ്മിൻ ഇനി ഞാൻ എന്ത് ചെയ്യും? പണി പാടില്ല. ആദ്യം പെർഫോം ചെയ്യാൻ വന്നത് നമ്മുടെ സിജോന്റെ ടീമാണ്. സിജോന്റെ ടീം നല്ല രീതിയിൽ ചെയ്തു. കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരാണ് അത് കഴിഞ്ഞ് റോക്കിയുടെ ടീമിന്റെ പെർഫോം ആയിരുന്നു. നമുക്ക് കണ്ടിട്ട് വരാം. ഫീസായ ബൾബ്. ആ പേരിൽ മാത്രം ഒരു തമാശ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും അത് കഴിഞ്ഞ് നമ്മുടെ ജിജോന്റെ ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് കണ്ടിട്ട് വരാം. സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയുവാനും ഓഹോ, മുഖത്ത് സ്വേദവാദങ്ങൾ വരുത്തുവാനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ്. ബെല്ലോടുകൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുകയാണ്. ഒഴുക്കിൽപ്പെട്ട പവർ ടീം. അങ്ങനെ മത്സരം കഴിഞ്ഞു. സിജോന്റെ ടീമിന് ഫസ്റ്റ് കൊടുത്തു. സെക്കൻഡ് അനൗൺസ് ചെയ്യാണ്. ഋഷി ഇവർക്ക് സെക്കൻഡാ? ജിൻഡോ ഞങ്ങൾക്കാ? ശരിക്കും ജാൻമണി അവിടെ ഒരു തമാശ പറയാൻ നോക്കിയതാണ്. നമ്മുടെ റോക്കി അത് സീനാക്കി. പിന്നെ അടിപൂരായി. ജാൻമണി കോമഡി പറയണ്ടായിരുന്നു. ജാസ്മിന്റെ ഗബ്രിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്. പാവം നല്ല വിഷമുണ്ടായിന്. കരയണണ്ട. ഫാദറിന് വയ്യാത്തോണ്ടാവൂലേ? ഫാദറിന് വയ്യാത്തതിനെന്തിനാ നീ അവരുടെയൊക്കെ കാല് പിടിക്കണേ? എന്തിനാ കാല് പിടിക്കണേ? എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവനോട് പറഞ്ഞോ? ഗബ്രി മലര് ഞാൻ 3G. സാധാരണ ഒരാളുടെ ഫാദറിന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിന്ന് കരയും, ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ജാസ്മിൻ ചെയ്തത് എന്താണെന്നറിയോ? ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണോ ജാസ്മിനെ ഫാദർ വിളിച്ചറിയിച്ചത് എന്ന് നമ്മൾ സംശയിച്ചതിൽ തെറ്റില്ലാലോ അല്ലെ? നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഋഷിക്ക് എന്താ നെഞ്ചുവിനെ എടുക്കണ്ടോ? ഓ മൈക്ക് പൊത്തി പിടിച്ചതാ. ഞങ്ങളൊന്നും കേട്ടില്ലാട്ടാ. രാത്രി 8:50 ബാത്റൂമിൽ നമ്മുടെ രശ്മിനും ജാസ്മിനും ഗബ്രിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഒളിഞ്ഞു നോക്കിട്ട് വരാം. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടാണ് നിന്നോട് എല്ലാവർക്കും ദേഷ്യം. ജാസ്മിൻ സത്യമായിട്ടും മൈൻഡ് ഗെയിം. അവൻ മൈൻഡ് ഗെയിം തന്നെയാ. ജാസ്മിനെ മൈൻഡ് ചെയ്യണ ഗെയിം. എന്നെ പോലെ ഇവിടെ നിൽക്കുന്ന വേറൊരാളില്ല. സീരിയസ്ലി നീ മരണമാസാടാ. വേറെ ലെവലാടാ നീ. തിരിച്ചു പോയിട്ട് അവന്റെ കൈ നീ ഒന്ന് പിടിച്ചു സെറ്റായ അവനൊക്കെ. കൈമ കൂടെ എന്താ വല്ല കണക്ഷൻ പോകുന്നുണ്ടോ? കൈ പിടിക്കുമ്പോ ഓക്കെയാണ്. ഈ പിടിക്കൊരു കുഴപ്പമില്ലടി. അത് ശരിയാ. ഈ പിടിക്ക് കുഴപ്പമില്ല. ആ പിടിക്ക് കുഴപ്പമുണ്ട്. പാളിന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് പാളാൻ സാധ്യതയുള്ളത് നമ്മളാ. ഇരിക്കുന്ന രീതി നീ പറഞ്ഞത് ശരി. ഇരിക്കുന്ന രീതി നീ എന്റെ മടിയിൽ ഇതേവരെ ഇരുന്നിട്ടില്ല. ഞങ്ങൾ അതിന്റെ ഒരു വിഷമം നിനക്ക് ഉണ്ടായിരിക്കാതെ. എനിക്ക് ആകെ ഒരു വിഷമം എന്നാണ് ഞാൻ പറയണ്ടേ. പറയടാ. ഏറ്റവും വിഷമമുള്ളത് ഞാൻ പറയട്ടെ. നിന്റെ ഐസ്ക്രീം ജാൻമണി എടുത്ത് കഴിച്ചത് അല്ലേ? എന്റെ മനസ്സിന് അപ്പന്റെ ഒരു ഫോൺ കോൾ ഫോട്ടോന്റെ സ്ഥാനം തീർച്ച്. ഞാൻ തരുന്ന സ്നേഹം ഞാൻ തന്നോണ്ടിരിക്കും. ഓ തന്നോണ്ടിരിക്കും. ബട്ട് എന്റെ ഫാമിലിക്ക് അങ്ങനെ ഒരു സാധനം പോകണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക്. ഗബ്രിയുടെ വീട്ടുകാർ കണ്ടാലും ജാസ്മിന്റെ വീട്ടുകാർ കണ്ടാലും അവർ ഇത് തന്നെ പറയും. എന്റെ മനസ്സിൽ നിന്ന് ഒരു തുള്ളി സ്നേഹം കുറയുന്ന നല്ല അതിന്റെ അർത്ഥം. ടിപ്പിക്കൽ സിനിമ സ്റ്റൈൽ ടേപ്പ്. പെട്ടെന്ന് ഓഫായിരുന്നു. നീ ഉറങ്ങായിരുന്നല്ലേ? ഓ ലൈറ്റ് ഓഫ് ആയി അപ്പൊ തന്നെ നീ ഉറങ്ങും? അവളുടെ കൈ പിടിച്ചിരുന്നപ്പോ ഞാൻ പറഞ്ഞതാ. അത് ശരി. ലൈറ്റ് ഓഫ് ആയ ഉറങ്ങുന്നു പറഞ്ഞിട്ട് അവിടെ കിടക്കണ്. ജാസ്മിൻ കോംബോക്ക് ശേഷം ബിഗ് ബോസ് അവതരിപ്പിക്കുന്ന പുതിയ കോംബോ. കംഫർട്ട് സോണും ഒക്കെ പോവും. നീ ഭയങ്കര വിഷമമല്ലേ?
ഓ, കമ്മിറ്റഡ് ആണ്. ആ പയ്യന്റെ പേരടക്കം എൻ്റെ അടുത്ത് പറഞ്ഞ അവള് എൻഗേജ്ഡ് ആണെങ്കിലും എനിക്ക് അവളോട് പ്രേമൊന്നുമില്ല. പക്ഷെ ബെസ്റ്റിയിലായി. absolutely zero romantic feelings for that girl. അപ്പൊ നിനക്കൊരു ബെസ്റ്റി ലൈനായിരുന്നു ഇഷ്ടം അല്ലേ? ഒരു തെറ്റും ചെയ്തിട്ടില്ലടി. ഒച്ചോടാ. The beautiful bond I had is gone now. പോയിടോ. ഞാൻ നിന്നോട് പറയണത് പോയെന്ന്. അവള് പോയടാ. വെണ്ണിലാ ചന്ദനക്കിണ്ണം മുങ്ങി 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 പോയി. ഇതിന്റെ വില ഇവിടെ അറിയാവുന്നത് എനിക്ക് അവൾക്ക് മാത്രം. ഇതിന് വല്ലാത്ത അർത്ഥമല്ലേ? അതിനില്ലെന്ന് അറിയുന്നുണ്ടല്ലോ. എനിക്ക് കേൾക്കാൻ പറ്റുള്ള ഗബ്രി, നീ ഒന്നും പറയല്ലേ. എന്റെ വീട്ടുകാർ പറയാൻ എനിക്ക് ഭ്രാന്താവും. വീട്ടുകാർ മാത്രല്ല ഗബ്രി, നാട്ടുകാരും പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിഷമം. സോറി, ഒരാൾ കരയുമ്പോ നമ്മള് ചിരിക്കാൻ പറഞ്ഞാല് ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സംഭവം പുറത്തു നടന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ജാസ്മിനെ അറിയിച്ചത് അൺഫെയർ ആണെങ്കിലും ഇന്ന് തൊട്ട് ഈ വെറുപ്പിക്കൽ കാണണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എപ്പിസോഡ് 13 നാളെ കാണാൻ പറ്റുന്നത്.